നമ്മൾ മലയാളികൾ ഭയങ്കര ബുദ്ധിയാന്നൊക്കെ വെറുതെ തള്ളുന്നതാണ്. നല്ലത് എന്ത് വന്നാലും ആദ്യം സംശയമാണ്. ഇപ്പോൾ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ പുതിയ സംവിധാനം MCF, RRF എന്നൊക്കെ അതിൻ്റെ പേരിലൊക്കെ എന്തെല്ലാം കെട്ടുകഥകളാണ്. സത്യത്തിൽ ഇതിനെപ്പറ്റി ഒരു പിടിയില്ലാത്ത ഓരോന്ന് പറഞ്ഞുണ്ടാക്കും. അത് കേട്ട് നമ്മൾ പേടിക്കും. എന്താ ഈ സംഭവം, എങ്ങനെ ഇതിൻ്റെ പ്രവർത്തനം എന്നൊക്കെ വല്ല പിടിയുണ്ടോ? ഹരിതകർമ്മസേനയിലെ ചേച്ചിമാർ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന അഴുകാത്ത സാധനങ്ങൾ, അതായത് പ്ലാസ്റ്റിക്, പേപ്പർ, കുപ്പി തുടങ്ങിയവ കൊണ്ടുവന്ന് തരംതിരിക്കുന്ന സംവിധാനമാണ് MCF അഥവാ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി. ഭക്ഷണാവശിഷ്ടങ്ങളൊന്നും MCFിലേക്ക് എത്തുന്നില്ല. നാട്ടിലെ ചില പിന്തിരിപ്പന്മാർ പ്രചരിപ്പിക്കുന്ന പോലെ MCFിൽ നാറ്റമോ പുഴുവോ എലിയോ മലിനജലമോ ഉണ്ടാവില്ല. പ്ലാസ്റ്റിക്, പേപ്പർ പോലുള്ള സാധനങ്ങൾ തരംതിരിച്ച് വീണ്ടും ഉപയോഗിക്കാനായി കൊണ്ടുപോകും. മിച്ചമുള്ളവയാണ് RRF അഥവാ റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റിയിലേക്ക് പോകുന്നത്. അവിടെയാണ് കനം കുറഞ്ഞ് ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പൊടിച്ച് റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ വലിച്ചെറിയുന്ന വേസ്റ്റിനെ വിലയുള്ള വസ്തുക്കളാക്കി മാറ്റുന്ന വിജയകരമായ പ്രസ്ഥാനമാണ് RRF. നമ്മുടെ സംസ്ഥാനത്ത് മാലിന്യ സംസ്കരണ രംഗത്ത് 37,134 ഹരിതകർമ്മസേനാംഗങ്ങളാണ് ഇപ്പോൾ സേവനം ചെയ്യുന്നത്. 1330 MCFകളും 19,721 മിനി MCFകളും പ്രവർത്തിക്കുന്നു. 192 RRFകൾ പ്രവർത്തന സജ്ജമാണ്. കണ്ടില്ലേ, ഇത്രയും സിമ്പിളായിട്ട് നാടിന് ഗുണകരമായിട്ടുള്ള ഈ കാര്യങ്ങളാണ് വലിയ പഠിപ്പുള്ള മലയാളികൾ നമ്മൾ കണ്ട കെട്ടുകഥകളും കേട്ട് എതിർക്കുന്നത്. നമ്മളുണ്ടാക്കുന്ന വേസ്റ്റ് വൃത്തിയാക്കാനുള്ള സർക്കാരിൻ്റെ പ്ലാൻ, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചില വിദ്വാൻമാർ പാര പണിയുന്നത് എന്തിനാണെന്ന് ഇപ്പോൾ പിടികിട്ടിയോ?